ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് നമ്മുടെ ചിൽ വിത്ത് നെയ്തൂര് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണം. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്നെപ്പോലുള്ള മടിച്ചുകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ ഡിഷാണ്. അത് വേറെ ഒന്നുമല്ല, ബീട്രൂട്ട് പച്ചടി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ ഓണത്തിനൊക്കെ ഓണത്തിനൊക്കെ നമ്മുടെ ഇലയിൽ വെക്കുന്ന ഒരു പിങ്ക് കളർ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടാക്കുന്ന വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫുഡാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ചെയ്യുന്നത് എൻ്റെ മോളാണ് കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്, ഒരു ഡിഷാണിത്. ഫുഡെന്നാണ് പറയുന്നത്, ഡിഷാണിത്. നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കമോ. അതുപോലെ നമുക്ക് ഈ ബീട്രൂട്ടിൽ ഞാൻ കുറച്ചൊരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ തന്നെ അങ്ങ് ചേഞ്ച് ആവും. ചില ആൾക്കാർ ഇത് പീസാക്കി മുറിച്ചിട്ട് ഇത് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും മെനക്കണം വയ്യാത്തതാണ് ഞാനിത് ചോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വെള്ളം ഒഴിക്കുന്നത്. ഒരു തരിതരി പോലെ ഇരിക്കുന്നപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമല്ല, ഒരു നല്ലൊരു ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു രസമല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത് ഒത്തിരി അങ്ങ് കുഴകുഴാന്നാകാതെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളൂ. കണ്ടില്ലേ? ഫസ്റ്റ് നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഈ ബീട്രൂട്ടിൽ അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ നമുക്ക് ഇടാം കേട്ടോ. വളരെ കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അഥവാ പിന്നെ ഉപ്പ് കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് വളരെ ചെറിയ തോതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും കുറച്ച് ജീരകം, അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, വളരെ കുറച്ച് കൊച്ചുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, 2-3 കരിയാപ്പില, ഇത്രയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഇത്രയും വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഒത്തിരി അങ്ങ് അരഞ്ഞിട്ടുമില്ല, അങ്ങ് തീരെ അരയാത്ത രീതിയിൽ ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയാണ് അരച്ചിരിക്കുന്നത്. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ഈ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരപ്പ് ചേർക്കാം. തേങ്ങയിൽ ജീരകവും അല്പം കൊച്ചുള്ളിയും കുറച്ച് കരിയാപ്പിലയും 2 പച്ചമുളകുമാണ് ഇട്ടിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിക്കണം. എന്ന് വെച്ചാൽ ഈ വെള്ളമെല്ലാം വലിയണം. അപ്പോൾ ഒരു നല്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഇപ്പോൾ ഒഴുക്കി കളഞ്ഞാലും അതേസമയം നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചാലും ബീട്രൂട്ടിൻ്റെ കളർ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കാൻ പറയുന്നത്. ഇതിലേക്ക് ഞാനൊരു ചെറിയ പച്ചമുളക് മുന്നേ നമ്മൾ എടുത്തു വെച്ചത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുന്നത് നല്ല രസമായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കണ്ടില്ല, ഇത് അതിൻ്റെ ഒരു കളറും നല്ല ഡാർക്ക് ആയിട്ടുണ്ട്, വെള്ളവും പറ്റി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ച ആ ഒരു ഇതുണ്ടല്ലോ, തേങ്ങ ജീരകം കുറച്ച് നമ്മുടെ ജീരകം അതുപോലെ ഇഞ്ചിയും നമ്മുടെ കുറച്ച് കരിയാപ്പിലയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് അരച്ച് വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ടുള്ള അളവ് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരളവ് എനിക്കറിയാം. എന്ന് വെച്ചാൽ വേറൊരാൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുന്നോ അതനുസരിച്ച് എടുക്കുക. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം വരും. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതെന്തായാലും ഞാൻ ഷോർട്സ് ആക്കി ഇടാം കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഈ വെള്ളം ഇനിയിപ്പോൾ ഇതിൽ ജസ്റ്റ് ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറഞ്ഞാൽ ഒരു പച്ച മണം മാറുന്ന അത്രയും നമുക്കൊന്ന് ജസ്റ്റ് ഇതാക്കിയാൽ മതി. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റുകയും അതുപോലെ തന്നെ ഇതിൽ ഈ ബീട്രൂട്ടൊന്നും വേകാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, എല്ലാവരും ബീട്രൂട്ടിൻ്റെ ഈ കിച്ചടി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ ആ പച്ചപ്പ് മണമൊക്കെ മാറി ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച് നമ്മൾ തൽക്കാലം ഉടച്ച് വെച്ചിരുന്ന ഒരു തൈരുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ആഡ് ചെയ്ത് കൊടുക്കാവൂ. തൈര് തിളച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റേ മാറുന്നതായിരിക്കും. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തൈരും ഇതും കൂടെ ബീട്രൂട്ടും കൂടെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ട് കിച്ചടി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചിടാം. താളിച്ചിടുന്നതിലാണ് ഇതിലെ മെയിനായിട്ടുള്ള കാര്യം. നമുക്കപ്പോൾ താളിച്ചിടാൻ വേണ്ടി വേണ്ടത് അല്പം എണ്ണ,
വളരെ കുറച്ച് എണ്ണ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് അല്പം കടുക്, എണ്ണ ചൂടായതിനു ശേഷം അല്പം കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽ മുളക്, ഇത്തിരി കുറച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കുറച്ച് കൊച്ചുള്ളി ചെറുതായിരുന്നത്, കുറച്ച് കരിയാപ്പില, ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഇതിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കിച്ചടിയുടെ മണ്ടയ്ക്കോട്ട് താളിക്കാം. കിച്ചടിയുടെ മുകളിലേക്ക് നമുക്ക് താളിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത്, സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചടി സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ കിച്ചടി എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ see you soon. Chill with Needu. സിമ്പിളും ഹമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. ചിൽ വിത്ത് നീതു.